പോകുന്ന എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, അതായത് നമ്മളിപ്പോൾ ഇൻട്രോയിൽ കണ്ടില്ല, അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ സെറ്റപ്പ് പരിപാടിയാണ്. നമ്മളൊന്നും കൂടുതൽ ആൾക്കാരൊന്നുമില്ല, നമ്മളൊന്ന് ആകെയുള്ളത് നമ്മളെ സാംസങ് സാറ്, പിന്നെ എൻ്റെ ബ്രദറുണ്ട്, അതുപോലെ തന്നെ മാമൻ. അപ്പോൾ നമ്മൾ 4 പേരാണ് ഇന്ന് പോകുന്നത്. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുവാദിലാണ്. മറുവാദ് പോയിട്ട് അവിടുന്ന് തീരുമാനിക്കണം എവിടെ പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങോട്ട് മറുവാദ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആളുകൾ. അപ്പോൾ നമ്മൾ മറുവാദ് പോയിട്ട് അവിടുന്ന് അതിന് ശേഷം അവർ പറയും എവിടെയാണ് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഉള്ള ഒരു അടിപൊളി സ്ക്യൂബ ഡൈവിങ് പരിപാടിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പരമാവധി ലൈക്കും ഷെയറൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മറുവാദ് പോയിട്ട് കാണാം. അപ്പോൾ മറുവാദ് നമ്മളിപ്പോൾ പോകുന്നത് മറുവാദ് റൂട്ടാണ്. മറുവാദിൽ രാവിലെ സൂര്യനൊക്കെ ഉദിച്ചൊരു ഇങ്ങനെ വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. മറുവാദ് സ്ഥലത്തിന് ഏകദേശം 75 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലം കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ഈ വലത്ത് സൈഡിൽ കാണുന്നത് നമ്മൾ സലാല ഏക കാണാൻ പറ്റുന്ന ഒരു മരുഭൂമിയാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ മണലാരുണി കേട്ടോ. ഇവിടെ മാത്രമുള്ള സലാല മണൽ കാണാൻ പറ്റും. നല്ല രസമാണ്, അടിപൊളി സംഭവമാണ്. ആകെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉള്ളത് അടിപൊളി സൂപ്പർ സംഭവമാണ്. പിന്നെ മണൽ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം 100-150 കിലോമീറ്റർ തുമ്പയത്തും കഴിഞ്ഞ് അപ്പുറം പോകണം, എന്നാലേ ഉള്ളൂ മണൽ പിന്നെ കാണാൻ പറ്റും. അവിടെ പിന്നെ ശരിക്കും മരുഭൂമി പോലെ തന്നെ, പക്ഷേ സലാല ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ മറുവാദ് പെട്രോൾ പമ്പിൽ എത്തിട്ടോ. ഈ പെട്രോൾ പമ്പിൽ വരാൻ അവർ നമ്മോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കോഫി ഷോപ്പൊക്കെ കാണുന്നുണ്ട്. ഈ കോഫി ഷോപ്പിൽ കയറി ഒരു ചായ കുടിച്ച് വരുമ്പത്തിന് അവർ വരും. അപ്പോൾ അവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അവർ വരട്ടെ. സ്ക്യൂബ ഡൈവിങ്ങിന് പോകുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിന്ന് ചായ കുടിക്കണം, എന്തായാലും രാവിലെ അല്ലേ, നല്ല വിശപ്പടിപ്പിച്ച് ചായ മാത്രം കുടിക്കാം. ഭക്ഷണം കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫുഡ് കഴിക്കണം, നല്ലൊരു ചായ കുടിക്കണം. അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവരെത്തിട്ടോ. അപ്പോൾ അവരാണ് നമ്മൾ ഈ മുമ്പിൽ വണ്ടിയിൽ പോകുന്നത്. അവർ പറഞ്ഞ് അവരെ വണ്ടിയിൽ ഫോളോ ചെയ്യാനാണ്. എന്തായാലും നമുക്ക് പോയോക്കാം അവരെവിടെ പോകണമെന്നുള്ളത്, അവരുടെ കൂടെ പോവാം. സംഭവം എങ്ങനെ പോകണമെന്നുള്ളൊരു പിടുത്തമല്ല കേട്ടോ. അവർ അവരെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഈ മറുവാദുള്ള ഏറ്റവും വലിയൊരു പള്ളിയുണ്ട്. ഈ പള്ളീൻ്റെ സൈഡിലൂടെ പോകണം. ഇവരെ പോക്ക് കണ്ടിട്ട് ഏകദേശം നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം, ഞങ്ങൾ സ്ഥിരമായിട്ട് വന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു സ്ഥലമുണ്ട് മറുവാദ്. അവിടെയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ റൂട്ട് തന്നെയാണ് നമ്മൾ പോകാറ്. അപ്പം നമുക്ക് സംശയമൊക്കെ തീർന്നിട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണിത്. നമ്മളവിടെ മീൻ പിടിക്കാൻ പോകുന്ന അതേ റൂട്ടിലാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടേക്ക് തന്നെയാണ് ഇവർ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അങ്ങോട്ട് പോകാൻ വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ഒന്നുമില്ല. അതുപോലെ കുറച്ച് ടാറിട്ട വണ്ടികളൊക്കെ പോകുന്ന ഒരു ടാറിടാത്ത റോഡാണ്. കുറച്ച് ഭാഗം ടാറിട്ടുണ്ടാവും. അതുപോലെ ഇതുപോലെ കുറച്ച് വാദികൾ, ഈ വാദികളൊക്കെ മുറിച്ച് ചേർന്നിട്ടാണ് നമുക്ക് പോകാൻ. ഇത് വെള്ളം വെയിലേറ്റ സമയത്ത് വെള്ളം കയറുന്നതാണോ അതോ വാദിയാണോ എന്നുള്ളത് അറിയില്ല. അവിടെ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കാണാറുണ്ട്. ഇതുണ്ടോ, ഇവിടെ കുറച്ച് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓഫ് റോഡാണ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോവുക. അലീല ഹോട്ടൽ, അനന്തര എന്നൊക്കെ പറയും. അലീല ഹോട്ടലിൽ നിന്ന് എൻ്റെ പുറത്ത് ബോർഡ് വെച്ചിട്ടുള്ളത് അനന്തര എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഹോട്ടലിൻ്റെ സൈഡിലൂടെ പോവുക. ഇതുണ്ടോ അലീല ഹോട്ടൽ അനന്തര. ഇതിൻ്റെ സൈഡിലൂടെ എങ്ങനെ പോകണം. ഇതിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇവരെ വഴി വന്ന് അവർക്ക് തെറ്റിപ്പോയതാട്ടോ. ഇനി അവർ നമ്മൾ ഈ ഹോട്ടലിൽ കാണിക്കാൻ വന്നതാണോ എന്ന് അറിയില്ല. നമ്മളിത് ഈ റോഡിനെ പോക്ക്. ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കയറാറില്ല സാധാരണ. ഇവിടെ നമ്മൾ മുമ്പ് കണ്ട അതേപോലത്തെ വാദി ഉണ്ട് കേട്ടോ. ഒരു വാദി എന്ന് പറഞ്ഞാൽ വെള്ളം കയറി നിൽക്കുന്ന സ്ഥലം. നല്ല രസമാണ് കാണാനൊക്കെ. അടിപൊളി സംഭവം, അടിപൊളി നല്ല രസമാണ്. വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ജബലിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നൊന്നും സംശയമുണ്ട് കേട്ടോ. കാരണം ഈ സമയത്ത് വെള്ളം ഉണ്ടാവുമായിരിക്കില്ലേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല സംഭവം, നല്ല അടിപൊളി ബീച്ചൊക്കെയാണ് എൻ്റെ ബാക്കിൽ. സംഭവം നല്ല അടിപൊളി സംഭവം, സെറ്റപ്പുള്ളൊരു ഹോട്ടലാണത്, നമ്മളെ റൊട്ടാന പോലൊക്കെ. അപ്പോൾ സംഭവം നമ്മൾ അവസാനം എത്തിപ്പെട്ടിരിക്കണം അവിടെ തന്നെ കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച അതേ സ്ഥലത്ത് തന്നെ. നമ്മൾ ഇവിടെ തന്നെ കേട്ടോ മീൻ പിടിക്കാൻ പോക്ക്. ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ മല കയറി കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പറഞ്ഞ അടിപൊളി സ്ഥലമുണ്ട്. ഇതൊരു രക്ഷയിലട്ടോ, കാണാൻ നല്ല സൂപ്പർ സ്ഥലമാണ്. കണ്ടോ, ഒരുപാട് നല്ല അടിപൊളി ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ച്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് കാണാം, നല്ല മീനൊക്കെ പിടിക്കുക, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഇവരാട്ടോ നമ്മളെ ടീം. ഇവൻ ഒമാനിയാണ്, മറ്റുള്ള രണ്ടാൾ ഈജിപ്ഷ്യൻസാണ്.
അപ്പോൾ അവരാണ് നമ്മളെ ഇന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവരാണ് നമ്മളന്ന് വെള്ളത്തിലേക്ക് കൊണ്ടുപോകണത്. അപ്പോൾ അവരവരെ സാധനങ്ങളൊക്കെ ഫുൾ സെറ്റാക്കി റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് അവരെ കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം. ഇവരെ കമ്പനിയുടെ പേര് ABT ഡൈവേഴ്സ് എന്നാട്ടോ. ഇവരെ നമ്മൾ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യണം. പിന്നെ പേയ്മെൻറ്റൊക്കെ ഓൺലൈൻ വഴിയാണ്. ഓൺലൈനിൽ വരെ ഇതിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റൊക്കെ നമുക്ക് അവിടെ അങ്ങനെ അടക്കാം. പിന്നെ അവർ കുറേ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമുക്ക്. നമ്മളെ ഒരുപാട് ഹൈറ്റും വെയിറ്റും അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ അളവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ കൃത്യമായിട്ട് പറയും. പിന്നെ ലേബർ കാർഡിൻ്റെ കോപ്പി അതൊക്കെ അവരാദ്യം ചോദിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. നമ്മളെ ഫുഡിൻ്റെ അളവും ഹൈറ്റും വെയിറ്റൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാട്ടോ. എന്നാലേ നമുക്ക് അവർ നമ്മളെ സൈസിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ അവർ തരുള്ളൂ. ഇത് വഴിയായിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകാറ്. നമ്മളത് ആ കാണുന്ന മല ഉണ്ടല്ലോ, അത് കയറി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകാറ്. ഇത് തന്നെയായിട്ട് അവരുടെ സ്ഥിരമായിട്ടുള്ള ലൊക്കേഷൻ. ഇവിടെ തന്നെയാണ് ഇവർ സ്ഥിരമായിട്ട് സ്കൂബ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇവിടെ തന്നെ നമുക്ക് ട്രെയിനിങ്ങും തരാം. അപ്പോൾ അവർ ഇതുപോലെ കുടകളൊക്കെ നിർത്തി നമുക്ക് നല്ല സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ക്ലാസ്സൊക്കെ എടുത്ത് തരും. അപ്പോൾ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ. എന്നാലേ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും കേൾക്കണം. എങ്കിലേ നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവർ. Medhat Rabia is going to be diving with you together. Much better for you because from the first time from the boat is a little bit hard for first time, so much easier to do it from the beach as well. Yeah. Now we start to go deeper. You will feel a little bit pressure inside your ears, so you need to equalize your ears. All you need to do is to pinch your nose through this one and pop your ears like this, so you will feel your ears as well. We will remind you, we will tell you. സംഭവം നമുക്കൊരു 10 മിനിറ്റ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. പക്ഷെ അത് ഫുള്ളായിട്ട് ഇതിലിടാൻ പറ്റില്ല, കാരണം വീഡിയോ ലെങ്ത് ഫുള്ളായിട്ട് കൂടും. അതുകൊണ്ട് അതൊന്നും ഫുള്ളായിട്ട് ഇതിലിടുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാം ശരിക്കും പഠിച്ചു. കുറച്ചൊക്കെ തന്നെ അത്യാവശ്യം നമ്മൾ പഠിച്ചിന്. നമുക്കത് ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ടെന്നില്ല. ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. കാരണം നമ്മൾ ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വഞ്ചറായിട്ടുള്ള, എനിക്ക് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഇവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ സ്ഥലമല്ല ആർക്കെങ്കിലും ഇങ്ങനത്തെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ല അടിപൊളി സംഭവമായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് എൻ്റെ അനുഭവം ഞാനിത് കഴിഞ്ഞ് വന്നിട്ട് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഫസ്റ്റായിട്ട് നമ്മളൊരു ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ചെയ്യട്ടെ. എന്നിട്ട് വന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവർ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ തരും കേട്ടോ. ഇത് ഇപ്പോൾ അസ്ലമിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ റെഡി ആവാൻ ഫുൾ സെറ്റപ്പായി. ഇതുണ്ട് ഈ ഫാറൂഖിൻ്റെ അരയിലുള്ള സാധനം. ഇത് നമ്മൾ വെള്ളത്തിൽ താന്നു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് കയറ്റുന്ന കേട്ടോ. വെയിറ്റ് നമ്മൾ വെയിറ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അസ്ലമേ പറ, എങ്ങനെയുണ്ട് ഇത്? ഭയങ്കര വെയിറ്റ് ഉണ്ടോ? ഭയങ്കര വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ടോ? അവർ പിന്നെ വെയിറ്റ് എക്സ്ട്രാ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പോക്കറ്റിലിട്ടുണ്ട്. അത് താഴെ പോകാൻ വേണ്ടിയിട്ടല്ലേ? നമ്മൾ റോക്കറ്റ് മാറി വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ പറ്റില്ല എന്നവർ പറയും. അങ്ങനെ അസ്ലമും ഫാറൂഖും ഒക്കെ സെറ്റായിട്ടോ. ഇനി ഞാനും സാംസങ്ങും മാത്രമേ ഉള്ളൂ. നമ്മളും പാടെ ഒന്ന് സെറ്റാവട്ടെ. നമ്മളെ ബാക്കിലേക്ക് തള്ളിപ്പോന്ന് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ് സംഭവം. ഇത് വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. എന്തായാലും അവരുടെ അടുത്ത് ഓൾറെഡി ക്യാമറ ഉണ്ട് കേട്ടോ. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ഓൾറെഡി ഗോപ്രോ ഉണ്ട്. അവരത് വെച്ച് ഷൂട്ട് ചെയ്ത് തരും. നമ്മുടെ അടുത്ത് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇവിടെ വരുന്ന താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ വെച്ചിട്ട് നിങ്ങളെ എല്ലാ ഫുട്ടേജസും അവർ ഷൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മളൊന്ന് പോയിട്ട് ആദ്യം ഒന്ന് സംഭവം നോക്കിയിട്ട് എന്നിട്ട് എന്തൊക്കെ അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഓക്കെ,
അപ്പോൾ ആദ്യം അവർ നമുക്ക് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. പിന്നെ ഉള്ളൂ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കടലിൻ്റെ അടിയിലൂടെ സ്കൂബ റൈഡിങ് നടത്തി. അടിപൊളി സംഭവമാണ്. ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. സംഭവം സൂപ്പറായിരുന്നു. കുറച്ചൊക്കെ റിസ്ക് കേട്ടോ. സംഭവം അത്ര സില്ലിയൊന്നുമല്ല, കുറച്ചൊക്കെ റിസ്ക്കാണ്. അപ്പം നമുക്ക് ആദ്യം സാംസം വരുന്നുണ്ട്, നമുക്കോട് ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? രക്ഷയില്ല. പൊളിച്ചാ പൊളിച്ചാ ഒന്നും പറയാനില്ലപ്പാ. എല്ലാവരും ചെയ്ത് നോക്കണമെന്നാണ്.
അല്ലേ നല്ല വെയിറ്റ് അല്ലേ വെള്ളത്തിൽ കിടക്കാൻ പറ്റില്ല അത്ര ഇല്ലല്ലേ വെള്ളത്തിൽ കിടക്കുമ്പോൾ അറിയുന്നില്ലല്ലോ സംഭവം ഇപ്പൊ പുള്ളി കൂട്ടി വെയിറ്റ് കൂട്ടി സംഭവം ഒരിക്കലും നമ്മൾ സ്കൂബ ഡൈവിങ് നടക്കുമ്പോൾ മൂക്കിലൂടെ ശ്വാസം എടുക്കരുത്. ശ്വാസം എടുക്കുകയും ചെയ്യരുത്, വിടുകയും ചെയ്യരുത്. സംഭവം ഞാൻ അതുപോലെ ചെയ്തിട്ട് എൻ്റെ ഗ്ലാസ് മൂടിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അത് മുകളിൽ വന്ന് ക്ലിയർ ആക്കിയ ശേഷം ഞാൻ കണ്ടു. സംഭവം അതിനും വേണ്ടിയിട്ട് മുകളിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് അതിൽ ഫുൾ ട്രിക്ക് ഉണ്ട്, വെള്ളത്തിനടിയിൽ തന്നെ അല്ല അതിൻ്റെ ട്രിക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.